Hi friends, Assalamu alaikum. Welcome back to my channel Mymoonz kitchen. അപ്പോൾ ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് റെസിപ്പി എന്നുള്ളത്. പുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മസാല പുട്ട് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. സാധാരണ നമുക്ക് പൊതുവേ എല്ലാവർക്കും പുട്ടും പഴവും പഞ്ചസാരയും ചിലർക്ക് ഇഷ്ടമായിരിക്കും. പുട്ടും കടലയും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ പുട്ടും ബീഫും പുട്ടും ചിക്കനും അങ്ങനെ പല തരത്തിൽ പുട്ട് നമുക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ പുട്ടും കടലയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കടല തലേ ദിവസം കുതിർത്ത് വെക്കാൻ മറന്നുപോയി എന്ന് വെച്ചോ, അതല്ല ഇന്നിപ്പോൾ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാനൊരു മൂഡില്ല എന്നുള്ള ദിവസമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മസാല പുട്ടാണ്, പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പേ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാത്ത ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ മെസ്സേജ് ചെയ്യാം, ഇവിടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 4-5 വറ്റൽമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3-4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറിയൊരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ പുട്ടുപൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതാണോ പുട്ടുപൊടി യൂസ് ചെയ്യുന്നത് അതെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന പുട്ടുപൊടിയാണ്. പുഴുങ്ങലരി നന്നായി കഴുകി ഉണക്കിയതിന് ശേഷം അത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു പുട്ടുപൊടി. അപ്പോൾ ഇത് ഞാനിപ്പം ആ ഒരു ഗ്ലാസ് കപ്പ് കണ്ടല്ലോ, അതിൽ 2 കപ്പാണ് എടുത്തത്. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും വേണം. ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചത് കൊണ്ടാണ് കുറച്ച് കട്ട പോലെ ഉള്ളത്. അത് കുറച്ച് സമയം കഴിഞ്ഞാൽ അതൊന്ന് റെഡി ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഒരു മസാല റെഡിയാക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം. അപ്പം ഓയിൽ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അതൊക്കെ ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഞാനിപ്പം പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം. പിന്നെ ഇതിൽ ഞാനിപ്പം വറ്റൽമുളകും പച്ചമുളകും എടുത്തിട്ടുണ്ട്. രണ്ടും എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ സ്പൈസി ആകുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ പുട്ട്. പിന്നെ ഈ ഒരു മസാലക്ക് കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പം സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഈ ഒരു മിക്സിൽ ഒരുപാടങ്ങ് സോഫ്റ്റായി കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട ഉള്ളി കേട്ടോ. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3/4 കപ്പോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. തേങ്ങയും ഈ പറഞ്ഞ പോലെ ഒരുപാട് കളറൊന്നും മാറണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സായി ആ ഒരു സ്മെല്ല് വരുമല്ലോ, തേങ്ങയൊക്കെ വറുത്തെടുക്കുമ്പോഴുള്ള ആ ഒരു മണം നന്നായി വറുത്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടെ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ആ ഒരു പുട്ടിൽ സ്പൈസി ടേസ്റ്റ് കിട്ടുമ്പം അടിപൊളിയായിരിക്കും. എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറി വരണം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പുട്ടുപൊടിയായിട്ട് മിക്സ് ആക്കാവുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അത് അവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനിടയ്ക്ക് നമുക്ക് പുട്ടിൻ്റെതൊന്ന് കുഴച്ചെടുക്കാം. പുട്ട് നനച്ചെടുക്കുന്നില്ലേ, സാധാരണ നമ്മളെങ്ങനെയാണോ പുട്ട് നനച്ചെടുക്കുന്നത് അതേപോലെ തന്നെ പുട്ടുപൊടിയിലേക്ക് ഈ പുട്ടിന് കണക്കായിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം, നന്നായിട്ട് നനച്ചെടുക്കാം. നന്നായി നനച്ചെടുത്ത ഈ പുട്ടുപൊടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി ചൂടാറി വന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു മിക്സ് അതിലേക്ക് അങ്ങിട്ടിട്ട് ഒന്നങ്ങ് കുഴച്ച് മിക്സ് ആക്കിയെടുക്കണം. അപ്പം ഞാനിപ്പം നമ്മൾ ഉണ്ടാക്കിയ മിക്സിലേക്ക് കുഴച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുട്ടുപൊടി നനച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്നോ, നമുക്ക് ആ വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാവുമല്ലോ. അപ്പോൾ നന്നായി നനച്ചതിന് ശേഷം ഈ ഒരു മസാലയായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് സാധാരണ നമ്മളെങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് അതേപോലെ തന്നെ കുറ്റിയിലിട്ടിട്ട് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പം പുട്ടുകുറ്റിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ പുട്ടിൽ മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ തേങ്ങ, അപ്പോൾ അതുകൊണ്ട് നിർബന്ധമില്ല. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പുട്ടുപൊടി, കുറച്ച് തേങ്ങ, നമ്മൾ സാധാരണ എങ്ങനെയാണോ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് അതേപോലെ തന്നെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ ഒരു മിക്സിൽ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ കീമ പോലെ ആക്കിയിട്ട് അല്ലെങ്കിൽ ബീഫ് കീമ പോലെ ആക്കിയിട്ട് തേങ്ങയ്ക്ക് പകരം ഓരോ ലെയറിൽ പുട്ടുപൊടിയും ആ ഒരു ചിക്കൻ കീമയോ ബീഫ് കീമയോ ഒക്കെ അങ്ങനെയും ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പം കഴിക്കാൻ അതും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതും സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്, പ്രത്യേകിച്ചൊരു കറീൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാനിതാ കുറ്റിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്.
കുറച്ച് തേങ്ങ മുകളിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പുട്ടും തേങ്ങയും അല്ലേ എപ്പോഴും നമുക്കൊരു ഫേവറിസം. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പ്രത്യേകിച്ച് രാവിലത്തെ ആ ഒരു, ഇനിയിപ്പം കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നു, അല്ലെങ്കിൽ തന്നെ രാവിലത്തെ ആ ഒരു തിരക്കും മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പം പുട്ട് നന്നായിട്ട് ആവി വന്നു. ഇനിയിപ്പം ആവിയൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇട്ടങ്ങ് കുത്തിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ചൂട് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇത് വെറുതെ ഒരു കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ലൊരു കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പം രാവിലത്തെ പിള്ളേരുടെ ആ ഒരു ബഹളത്തിനിടയിൽ അല്ലെങ്കിൽ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ഒരു സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി അല്ലേ? അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ പുതിയ റെസിപ്പീസായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റാ.